വളരെ ആഹ്ലാദകരമായൊരു നിമിഷമാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ വലിയ പ്രതീക്ഷ ഒരു തിരിച്ചുവരവിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹോക്കി 1928 ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടിയ നമ്മുടെ സ്പോർട്സ് മേഖലയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചരിത്രമുള്ള ഒന്നാണ്. അതിനുശേഷം തുടർച്ചയായി ഒട്ടേറെ കൊല്ലങ്ങൾ, അതുകൊണ്ട് 1980 വരെ നമ്മുടെ മുന്നേറ്റം പ്രകടമായിരുന്നു. 8 സ്വർണ്ണ മെഡലുകൾ 28-നും 1980-നും ഇടയിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇനിയും പ്രതീക്ഷ പ്രധാനമന്ത്രി വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യമല്ല, കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വലിയ പ്രതീക്ഷ ഇതിലാണ്, സ്കൂളുകളിലും മറ്റും പോകണം. ഞാനും ഇപ്പോൾ അത് തന്നെയാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അദ്ദേഹം ഇങ്ങനെയുള്ള സ്വീകരണങ്ങളും നമ്മുടെ സാധാരണഗതി കേരളത്തിൽ നിന്ന് അതൊക്കെ ലഭിക്കും. പക്ഷെ അതോടൊപ്പം സ്കൂളുകളിൽ പുതിയ തലമുറയിലേക്ക് പോയിട്ട് ഹോക്കി നമ്മുടെ പ്രത്യാശ ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്കുള്ള നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും അതാണ്. അത് പുതിയ തലമുറയിലേക്ക് അവരെ വാർത്തെടുക്കാൻ അദ്ദേഹം പോകുന്നത് നന്നായിരിക്കും. അവിടെ കേരളത്തിൽ കഴിയുന്നത്ര സ്കൂളിലും യുവാക്കളും നമ്മുടെ വിദ്യാർത്ഥികളുമുള്ള മേഖലയിലേക്ക് പോകട്ടെ. എനിക്കൊരു കാര്യം മലയാളി എന്നുള്ള നിലയിൽ പറയാനുള്ളത്, നമ്മുടെ ദേശീയ പൊതു സ്വഭാവം അത് എല്ലാ മേഖലകളെ ഉൾപ്പെടെ സ്പോർട്സ് ഉൾപ്പെടെയുള്ള മേഖലകൾ, ആ മേഖലകളിൽ കേരളം കൂടുതൽ മുന്നിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും ദേശീയ ജനവികാരത്തിനും പൊതു സ്വഭാവത്തിനും അനുസരിച്ച് നമ്മൾ മാറണം. അങ്ങനെ മാറേണ്ടി വരുമ്പോൾ ഇന്ത്യക്ക് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം, ഞാൻ അതുകൊണ്ടാണ് 1928 ചരിത്രം പറഞ്ഞത്. അന്ന് മുതൽ ഹോക്കി ആയിരുന്നു. പക്ഷെ ഹോക്കിയിൽ കേരളം വേണ്ടത്ര പോയിട്ടില്ല. തീർച്ചയായിട്ടും നമുക്ക് ഇദ്ദേഹത്തിലൂടെ ഹോക്കി മേഖലയിൽ ശ്രദ്ധേയരാൻ മലയാളി സമൂഹത്തിന് സാധിച്ചിട്ടുണ്ട്. പക്ഷെ വേണ്ടത്രയുണ്ടോ? ഇവിടെ അതിനുള്ള സംവിധാനങ്ങളുണ്ടോ? വ്യവസ്ഥാപിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? അതുകൊണ്ട് അതിനു വേണ്ടി മുൻകൈ എടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. അദ്ദേഹം കോച്ചെന്ന നിലയിൽ ആ രംഗത്തേക്ക് പോകുന്നതാണ് പത്രങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തീർച്ചയായും അത്തരം ഉദ്യമങ്ങൾക്ക് മലയാളികൾ ഒന്നടങ്കം, കേരള സർക്കാർ ഉൾപ്പെടെ, കക്ഷി രാഷ്ട്രീയമോ മറ്റുള്ള മതജാതി ചിന്തകളോ ഒന്നും കൂടാതെ സ്പോർട്സിൻ്റെ മേഖലയിൽ ഇന്ത്യയുടെ വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കാൻ അനന്തമായ സാധ്യതയുള്ള മേഖല ഹോക്കിയാണ്. ആ ഹോക്കിയിൽ കേരളം ഇദ്ദേഹത്തിന് കിട്ടിയ 2 തവണ കിട്ടിയ ഈ ബഹുമതി കൊണ്ട് ഒരു പ്രചോദനമാകട്ടെ. ആ പ്രചോദനത്തെ വേണ്ടത്ര ഉപയോഗപ്പെടുത്താൻ നമ്മുടെ കേരള ഭരണകൂടവും മുന്നോട്ട് വരണം എന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ്. അവരെ എന്തെങ്കിലും പോരായ്മ പറയുകയല്ല, തീർച്ചയായിട്ടും അത് സാധിക്കും. അതുകൊണ്ട് താങ്കൾ കഴിയുന്നത്ര സ്കൂളുകളിലും കുട്ടികളുടെ ഇടയിലേക്ക് പോയിട്ട് ഇതിൻ്റെ ഒരു ഹോക്കി ഒരു വലിയ ചർച്ചാ വിഷയമായി പുതിയ തലമുറയിലേക്ക്, താഴെ തലമുറ എത്തട്ടെ. അവരെ മോൾഡ് ചെയ്ത് വാർത്തെടുക്കാൻ സാധിക്കും. അതിന് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. ഇൻഡോർ സ്റ്റേഡിയം ഇപ്പോഴും നടപ്പിലാകാതെ കിടക്കും. അത് കേരളത്തിലെ എല്ലാത്തിനും ഈ വിവാദങ്ങൾ സൃഷ്ടിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അദ്ദേഹത്തിൻ്റെ ആ വേദനയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഒരു സ്റ്റേഡിയം അത് കേരളത്തിലെ പൊതു സ്വഭാവമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഗവർണറായതുകൊണ്ട് മൗനം പാലിക്കുന്നു. ഏതായാലും അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തട്ടെ. അതിനെല്ലാവരും കൂട്ടായ്മയോടെ പ്രവർത്തിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. ഞാൻ ആരെയും പഴിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല.